കഴിഞ്ഞ ദിവസം ഷാർജയിൽ 2 പെൺകുട്ടികൾ, വിവാഹിതരായ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു. അവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ഗാർഹിക പീഡനം കൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ന്യൂസിൻ്റെ താഴെ കുറേ കമൻസ് കണ്ടു. പിന്നെ അവർക്ക് എന്തിനാണ് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ജീവിച്ചൂടെ, എന്തൊക്കെ വഴിയുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കണ്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മൾക്ക് ഒരു ശരിയായിരിക്കാം, നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, ജീവിക്കാൻ വഴിയുണ്ട്, അതോ നമ്മൾ എന്തിനാ വെറുതെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. പക്ഷേ ഒരു സ്നേഹത്തിൻ്റെ ഒരു അകമഴിഞ്ഞ സ്നേഹം എന്ന് പറയുന്നത് ഭർത്താക്കന്മാരോടായി കഴിഞ്ഞാൽ അത് കൂടുതലായിരിക്കും. നമ്മൾ അവരോട് ചില പെൺപിള്ളേർക്ക് ഉണ്ടാവും. അത് എനിക്കറിയുന്ന ഒരുപാട് പേർക്കുണ്ട്. ഭർത്താക്കന്മാരോട് നല്ലോണം സ്നേഹം ഉണ്ടാവും. അവരിനി തല്ലിയാലും കൊന്നാലും അവർ വിട്ടു പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യം. എന്തനുഭവിച്ചു കഴിഞ്ഞാലും അയ്യോ എനിക്ക് അവരെ വിടാൻ പറ്റില്ല, എനിക്ക് അവരില്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ആ ഒരു സാഹചര്യത്തിലാണ് അവർ ചിലപ്പം ആ ഒരു ദേഷ്യത്തിലോ എന്താ പറയേണ്ട സ്നേഹത്തിൻ്റെ ഒരു ഓവറാണത്. സ്നേഹം എന്ന് പറയുന്നത് അതിൽ അവർക്ക് വിട്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ ഒരു മാനസിക അവസ്ഥയാണ് അവരെ കൊണ്ട് ചിലപ്പോൾ ഇത് ചെയ്യിക്കുന്നുണ്ടാവുക. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫ്രണ്ട്സിനായിക്കഴിഞ്ഞാലും ഫാമിലിക്കായാലും ഇവരുടെ ഉപദ്രവമൊക്കെ അറിയാമെന്ന് പറയുന്നുണ്ട്. ഈ അച്ഛനും അമ്മമാരും വിളിക്കുന്നുണ്ട്. പക്ഷേ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, നീ അവരെ വിട്, നീ എന്നിട്ട് നീ സ്വന്തമായിട്ട് നിൽക്ക്, സ്വന്തമായിട്ട് ഒരു കാലിൽ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, അവനെ ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാളും വലുതായിട്ട് ആ കൊച്ച് കാണുന്നത്, ഈ പിള്ളേർ കാണുന്നത് ആ ഭർത്താവിൻ്റെ സ്നേഹത്തെയാണ്. ആ കിട്ടുക എന്നുള്ളതാണ്. എൻ്റെ ഭർത്താവിനെ വിട്ടതാ, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ കെയർ ചെയ്യണം, എന്നെ ആക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇതുകൊണ്ടാണ് അവർ പിടിച്ച് നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്നതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. അവർക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരത് വക വെക്കില്ല. ആ ഒരു സാഹചര്യം, ആ ഒരു മനസ്സുള്ള പെൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെയെന്ന് പറയുന്നത് വീട്ടുകാരുടെ കാര്യത്തിൽ ഞാൻ പറയാം, എല്ലാ വീട്ടുകാരും ഈ തിരിച്ചു പോകുമ്പോൾ സ്വീകരിക്കണമെന്നില്ല. ഇന്ന് നമ്മൾ അവർ കരയുന്നു. ഒരു അച്ഛനമ്മമാരും മക്കൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കരയലായി, എൻ്റെ മോക്ക് അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു, അവർക്കെല്ലാം അറിയാം. പക്ഷെ എന്തുകൊണ്ട് ആ കൊച്ച് വീട്ടിലേക്ക് വന്നില്ല? ചിലപ്പം ഈ ഭർത്താക്കന്മാരോടുള്ള സ്നേഹം കൊണ്ട് ആ കൊച്ച് പോവാത്തതായിരിക്കാം. ചിലപ്പോൾ ഈ പറയുന്ന വീട്ടുകാരായിരിക്കില്ല. ഈ കുട്ടിക്ക് അറിയാലോ, എൻ്റെ വീട്ടുകാർ ഞാൻ പോയാൽ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കുട്ടിക്കറിയാം. അപ്പം ചിലപ്പോൾ തിരിച്ചു പോയാൽ സ്വീകരിക്കില്ല, ഞാൻ എന്തായാലും പിടിച്ച് നിന്നേ പറ്റിയോ എന്നുള്ള ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരതും പോവില്ല. അപ്പോൾ എനിക്ക് തിരിച്ചു പോയാൽ എൻ്റെ വീട്ടുകാരും എന്നെ സ്വീകരിക്കുകയൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിച്ചിട്ടായാലും നാട്ടുകാരെന്ത് പറയും എന്നുള്ളതും പല സാഹചര്യങ്ങളിലേക്കും വീട്ടിലേക്ക് പോകാൻ പറ്റാത്ത പെൺപിള്ളേരുണ്ട്. അതും അവർക്കൊരു സാഹചര്യമാക്കാം. പിന്നെ ഈ പറയുന്നവരൊന്നും ഈ ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞാലും വീട്ടുകാരെ ആയിക്കഴിഞ്ഞാലും അവരിപ്പോൾ പറയും, നാളെ തിരിച്ചു പോയാൽ അവരുണ്ടാവണമെന്നില്ല. നാളെ ഓരോരോ സാഹചര്യം വരുമ്പോൾ അവർ കുത്താൻ തുടങ്ങും. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ സഹായിക്കുമോ? ഇല്ല. വീട്ടിലൊരു ആങ്ങളെയുണ്ടോ അല്ലെങ്കിൽ ഒരു ചേച്ചിയുണ്ടോ? ഇവരൊന്നും സഹായിക്കില്ല. പിന്നെ ഒരു ഡൈവേഴ്സായിട്ട് ഒരു പെണ്ണ്, നാട്ടുകാരുടെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡൈവേഴ്സായ ഒരു പെണ്ണ് വീട്ടിൽ പോയിട്ട് ജോലിക്ക് ആക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവളെ പറയാൻ വല്ലാതെ അത് വേറൊന്നുമില്ല. ആ കൊച്ചിനെ ആണുങ്ങളോട് മിണ്ടാൻ പറ്റുമോ? പല സാഹചര്യങ്ങളും പലതും ഉണ്ട്. എന്തൊക്കെയോ ചിന്തിക്കാൻ പല കാര്യങ്ങളും ഉണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പേ അവർക്ക് എനിക്കൊരു വഴിയില്ല, എനിക്കൊരൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന പല ചിന്തകളും അവരെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ അവർ ശരിക്കും ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവിതം തുടങ്ങി, എനിക്ക് താങ്ങും തണലും ആയിട്ട് എൻ്റെ ഭർത്താവ് ഉണ്ടാവും, അത് ഉണ്ടാവണം എന്നും ചിന്തിക്കുന്ന ഒരു പെൺകുട്ടികളായിരിക്കാം. അതൊന്നും കിട്ടാതെ വരുമ്പോഴായിരിക്കാം ചിലപ്പം ഇവരിങ്ങനെയുള്ള ആത്മഹത്യ ചെയ്യുന്നത്. വെറും വിഡ്ഢിത്തരമാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ആർക്കും ചിലപ്പം മാറ്റാൻ പറ്റാത്തതായിരിക്കും. അതിപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ സാഹചര്യങ്ങൾ പലതും ഉണ്ട്. കുറ്റപ്പെടുത്താൻ നിൽക്കുന്നവരോടുള്ള ഒരു മറുപടിയാണിത് ഞാൻ പറയുന്നത്. കാരണം വീട്ടുകാർക്ക് ചിലപ്പോൾ വീട്ടിലേക്ക് വരുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല. പിടിച്ച് നിൽക്കുക എന്ന് പറയും. പെൺപിള്ളേർ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ അങ്ങനെയൊന്നും ആക്കണ്ട, നീ കുറച്ച് നാൾ പിടിച്ച് നിൽക്കുക, അല്ല ശരിയാവും, ഒരു കുഞ്ഞായേ ശരിയാവും, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടാകുമ്പം പിടിച്ച് നിൽക്കണം എന്നില്ലേ. പിന്നെ വീട്ടിൽ പോയാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ തിരിച്ചു പോയാൽ എങ്ങനെ ജീവിക്കും? കുട്ടികളും ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ ജീവിക്കും എന്നുള്ള സാഹചര്യം, പല കാര്യങ്ങളും കൊണ്ട് ഇവർ ഒരുപാട് മനസ്സിനെ ഭയങ്കരമായിട്ട് ഇതാക്കുമ്പോഴാണ് അവർ ലാസ്റ്റായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു വഴിയായിരിക്കാം ഈ ആത്മഹത്യ എന്ന് പറയുന്നത്.
പറയുന്നവർക്കെല്ലാം പറയാം. ഇപ്പം ഞാൻ ചിലപ്പം പറയുന്നു, എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറയുന്നു, ഇവിടെ എന്തിനാ നീ ഇത് സഹിക്കുന്നത്, നീ അതെല്ലാം വിട്ടിട്ട് വാ, എന്നിട്ട് നീ മനസ്സമാധാനത്തോടെ ജീവിക്കുക, എന്തെങ്കിലും ജോലിക്ക് പോയി ജീവിക്കാക്കുക. ചിലപ്പോൾ ആ സാഹചര്യം ഓൾ എന്നോട് ആ കാര്യം പറയുമ്പോൾ ഞാനത് പറയുമായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഭർത്താവ് കുടുംബമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇവളെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഓൾ നാളെ വിളിക്കുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഉണ്ട്, അയ്യോ എന്നെ വിടൂലല്ലോ, എൻ്റെ ഹസ്ബൻഡ് വിടും തോന്നുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ. ഞാൻ എന്തിനാ അവളെ ഒരു ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒരു ബലം ഞാൻ അവൾക്ക് കൊടുത്തു, ഞാനുണ്ട് എന്നുള്ളത്. ആ ഒരു സാഹചര്യം എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇങ്ങനെ പല പല കാരണങ്ങളും ഉണ്ട് വീട്ടുകാരുടേതായി കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞ് പിന്നെ. പക്ഷെ ഓരോ ആൾക്കാർ പറയുന്നുണ്ട് ആദ്യമേ പറഞ്ഞു ആക്കി. പക്ഷെ ഇത്രയൊക്കെ പറയുമ്പോൾ ആക്കുകയും ചെയ്യുമ്പോൾ ഒക്കെ എന്തായാലും എന്തെങ്കിലും ഒരു വഴി നോക്കായിരുന്നു. കുടുംബക്കാർക്കായാലും അച്ഛനമ്മമാർക്കായാലും ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം എന്തെങ്കിലും ഒരു വഴി നോക്കായിരുന്നു. പക്ഷെ അവരുടെ മനസ്സിൽ ആ ബുദ്ധിമോശം അവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു.